ഹായ് ഹലോ വെൽക്കം ടു വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ഡ്യൂറിങ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗിനെ പറ്റി ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കാണണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് മുന്നത്തെ വീഡിയോ ചെന്ന് നോക്കിയാലും മതി. ഇതിന്റെ 4th ലോങ് വീഡിയോ മാത്രമാണ് ചാനലിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ടൈം മുതൽ എന്നൊക്കെ ഫുഡാണ്, ഏതൊക്കെ ടൈമിലാണ്, എത്ര ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഞാൻ എല്ലാ ഫുഡും കഴിക്കാറുണ്ട്, പക്ഷേ എൻ്റെ വെയിറ്റ് ലോസിന് റീസൺ ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കിന് ഫസ്റ്റ് ഞാൻ 16:8 പാറ്റേൺ എടുക്കുന്നത്. അപ്പോൾ 16 hours ഫാസ്റ്റിംഗ് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്തു. പിന്നെ ഞാൻ എടുക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റി കുറച്ചു. പിന്നെ ടൈം എന്ന് പറയുന്നത് കറക്റ്റ് ടൈമിൽ ഞാൻ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ 3 റീസൺ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ 4 months കൊണ്ട് ഒരു 9 kgs കുറഞ്ഞു. അറ്റ് ദിസ് പോയിന്റ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫാസ്റ്റിംഗ് ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ ഫുഡിന്റെ ക്വാണ്ടിറ്റി ബാക്ക് ടു നോർമൽ ആ ഒരു രീതിയിലേക്ക് ആയി. അപ്പൊ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇച്ചിരി അധികം കുറയ്ക്കുന്നതായിരിക്കും, ക്വാണ്ടിറ്റി കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഫാസ്റ്റിംഗ് പീരീഡിൽ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോം വാട്ടറിൽ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് കുടിക്കും. ലെമൺ സ്ക്യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ലെമണോ ഹാഫ് ലെമണോ ഒന്നും അല്ല, 6 to 7 drops അത്ര എടുക്കാറുള്ളൂ. കാരണം ദിവസവും മോർണിംഗ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കോൺസെൻട്രേഷൻ നമ്മൾ ലെമണിന്റെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അസിഡിറ്റി അല്ലെങ്കിൽ അൾസറേഷൻ ഒക്കെ ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മോഡറേഷനിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ബെനിഫിറ്റ്സ് ഉണ്ട്. വൈറ്റമിൻ സി ആയതുകൊണ്ട് ആന്റി ഓക്സിഡന്റ് ആണ്, ആൻഡ് നമ്മുടെ മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. വൈറ്റമിൻ സി കൂടാതെ വൈറ്റമിൻ ഇ ഉണ്ട്, പൊട്ടാസ്യം കണ്ടന്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഡ്രിങ്ക് എന്ന് പറയുന്നത് വോം വാട്ടറിൽ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട്. പിന്നെ ടീ കോഫി കുടിക്കേണ്ടവർക്ക് ഞാൻ കുടിക്കാം, പക്ഷേ വിത്തൗട്ട് മിൽക്ക് വിത്തൗട്ട് ഷുഗർ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് മീലിലേക്ക് പോകാം. 1:45 ആയി ടൈം. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് പോവാണ്. ആക്ച്വലി ഞാൻ ഇന്നലെ ഒരു 7 മുന്നേ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്ന് വേണമെങ്കിൽ എനിക്കൊരു 11 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ 16 hours ഫാസ്റ്റിംഗ് ആ ഒരു ടൈം പാറ്റേൺ എടുക്കുന്നത്. അപ്പം ഇന്ന് വേണമെങ്കിൽ എനിക്ക് ഒരു 11 ഒക്കെ ആകുമ്പോഴത്തേന് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഒരു 3-4 months ആയിട്ട് ഞാൻ ഇപ്പോൾ എടുക്കുന്നുണ്ടെങ്കിൽ ബോഡി ഭയങ്കരമായിട്ട് യൂസ്ഡ് ആയി. അപ്പോൾ എനിക്ക് കറക്റ്റ് ആ ഒരു 11 അല്ലെങ്കിൽ 16 hours കഴിയുമ്പോഴൊന്നും വിശക്കത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ മാക്സിമം ഒരു 1 ഒക്കെ ആകുമ്പോഴത്തേക്കിനെ ഫസ്റ്റ് മീൽ എടുക്കാറുള്ളൂ. ആൻഡ് ആദ്യം തുടങ്ങിയ സമയത്ത് 16 hours കറക്റ്റ് ആവാനായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യാറുള്ളൂ. നല്ല വിശക്കും ആ ഒരു ടൈമിലൊക്കെ, ആദ്യം തുടക്കത്തിലൊക്കെ. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഫസ്റ്റ് മീൽ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ആപ്പിളും പഴവും യോഗട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്ത് ഫ്രൂട്ട് അവൈലബിൾ ആയിട്ടുണ്ടോ അത് ആദ്യം. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യം എംപ്റ്റി സ്റ്റമക്കിൽ. ബിക്കോസ് ഫ്രൂട്ട്സ് ചെല്ലുമ്പോഴത്തേനും ന്യൂട്രിയൻസ് ഒക്കെ എംപ്റ്റി സ്റ്റമക്കിലാകുമ്പോഴത്തേനും പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ വയറിനൊക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് മീൽ ഓഫ് ദി ഡേ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ. ലഞ്ച് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് കുഴിമന്തിയാണ്. കുഴിമന്തി ബിരിയാണിയൊക്കെ മാസത്തിൽ 2-3 തവണയൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. നമുക്ക് ഫുഡ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാമെന്നോ നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ മാറ്റി വെക്കാനോ അങ്ങനെയൊന്നും ഇല്ല ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൽ. നമുക്ക് കഴിക്കാം, ക്വാണ്ടിറ്റി ശ്രദ്ധിക്കാൻ മാത്രം. പിന്നെ നമ്മുടെ ആവശ്യമാണെന്ന് നമുക്കൊരു ബോധം ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്വാണ്ടിറ്റി നോക്കിയിട്ടേ കഴിക്കത്തുള്ളൂ. അത് മാത്രം ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഫുഡിന് അങ്ങനെ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. വേറെ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുള്ളത് ചോറ് കഴിക്കാൻ പാടില്ല, ഡയറ്റ് ചെയ്യുമ്പം വണ്ണം കുറയണമെങ്കിൽ ചോറ് അവോയ്ഡ് ചെയ്യണം. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും കഴിഞ്ഞ ഒരു 4 മാസവും അല്ലാതെ എല്ലാ ദിവസവും ഞാൻ ഉച്ചയ്ക്ക് ചോറ് തന്നെയാണ് കഴിച്ചത്. പക്ഷെ എടുക്കുന്ന ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചു എന്നല്ലാതെ ചോറ് അവോയ്ഡ് ചെയ്തിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മുടെ വെയിറ്റ് ലോസിന് ചോറൊരു ഫാക്ടറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോറ് കഴിക്കാറുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലപോലെ വെള്ളം കുടിക്കുക. അറൗണ്ട് 2 liters എങ്കിലും ഒരു ദിവസം കുടിക്കാൻ ശ്രമിക്കാം. ഈവനിങ് ടൈമിൽ മെയിനായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് തുടങ്ങിയ ആദ്യത്തെ ഒരു 2 months കണ്ടിന്യൂസ് ആയിട്ട് നടക്കാൻ പോകായിരുന്നു. അറൗണ്ട് ഒരു 30 minutes എല്ലാ ദിവസവും നടക്കാനായിട്ട് പോകായിരുന്നു. പക്ഷേ ഇപ്പം ക്ലൈമറ്റ് പുറത്ത് ചേഞ്ച് ആയതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് അങ്ങനെ പുറത്ത് നടക്കാൻ പോകാറില്ല. അതിന് പകരം വർക്കൗട്ട് ഇടയ്ക്ക് ഒരു ആഴ്ചയിലോ 1-2 ദിവസം യൂട്യൂബിൽ നോക്കിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യും. അല്ലെങ്കിൽ ഇടയ്ക്ക് ജിമ്മിൽ പോയിട്ട് വരൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ വൈകുന്നേരം ഞാൻ ടീ കോഫി കുടിക്കുന്ന ഒരു ആളല്ലാത്തത് കൊണ്ട് ഞാൻ ഇടയ്ക്ക് കുടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിഞ്ചർ ഹണി ഡ്രിങ്ക് അത് ഇടയ്ക്ക് കുടിക്കാറുണ്ട്. അങ്ങനെ നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഇല്ല. പിന്നെ സ്നാക്സും കാര്യങ്ങളും ഒക്കെ എനിക്ക് വിശന്നാൽ മാത്രം കഴിക്കും. അല്ലെങ്കിൽ നോർമലി ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ നേരെ ഡിന്നറിലേക്കാണ് പോവാറ്. പിന്നെ ഈ ടീ കോഫി ഒന്നും നമ്മൾ ഫുഡ് കഴിക്കുമ്പം അതിൻ്റെ കൂടെ കുടിക്കാതിരിക്കുക. ബിക്കോസ് നമ്മുടെ ഫുഡിലുള്ള
അയൺ പോലുള്ള പ്രോപ്പർട്ടീസിനെയൊക്കെ അബ്സോർവ് ചെയ്യാനായിട്ട് ഈ ടീയിലുള്ള ചില കമ്പോണൻസ് എന്താ ഒരു ബാരിയർ ആയിട്ട് നിൽക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. പിന്നെന്താ, ഓക്കെ, അപ്പം നമുക്ക് പോയി ഡിന്നർ കുക്ക് ചെയ്യാം. ബാ. കടലക്കറിയും ബ്രൗൺ ബ്രെഡ് നോർമലി അല്ല, ചപ്പാത്തിയാണ് കടലക്കറിയുടെ കൂടെ ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്കൊക്കെ നമ്മൾ കുറച്ച് ലാവിഷായിട്ടൊക്കെ ഉണ്ടാക്കിയതുകൊണ്ട് വൈകുന്നേരം ഉണ്ടാക്കാൻ മടിയായതുകൊണ്ട് ബ്രൗൺ ബ്രെഡിൽ ഒതുക്കിയത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടൈം 6:35 ആയി. ആൻഡ് നമ്മൾ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ടൈം മുതൽ എന്നാ കഴിച്ചെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ല. ലൈക്ക് ഏത് ടൈമിൽ എങ്ങനെയൊക്കെ കഴിച്ചെന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കണം. പക്ഷേ ഏത് ടൈമിൽ കഴിച്ചെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്. പക്ഷേ ഡിന്നർ എന്ന് പറയുന്നത് 7:30 മുന്നേ കഴിക്കാനായിട്ട് 90% അല്ലെങ്കിൽ 99% ശ്രമിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഒരു 3-3.5 മണിക്കൂർ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഫുഡ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആൻഡ് പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ വീക്കെൻഡിലോ അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും വൈകുന്നേരം പുറത്ത് പോകുന്നുണ്ട്, അപ്പം വൈകുന്നേരം പുറത്തുനിന്നാണ് ഫുഡ് എന്ന് ഉള്ളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ രാവിലെ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യും. അതായത് ഇപ്പം ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ടോ അതോ ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു മീലിലേക്ക് പോവാതെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് ചെറുതായിട്ടോ എല്ലാം കഴിച്ചിട്ട് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യും, ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പം അതാണ് വേറൊരു കാര്യം. പിന്നെന്താ, പിന്നെ അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പോയി ഡിന്നർ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഫൈനലി ഞാൻ ക്യാമമൈൽ ടീ കുടിക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു 1 month ആയിട്ടേ ഉള്ളൂ ക്യാമമൈൽ ടീയിലായിട്ട്. അതിന് മുന്നേ ജാസ്മിൻ ടീ, ഗ്രീൻ ടീ ഒക്കെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് എന്തോ ക്യാമമൈൽ ടീ ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുടിച്ച് കഴിയുമ്പോഴത്തേന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു സ്ലീപ്പ് കിട്ടാൻ സഹായിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് എൻ്റെ തോന്നലാണെന്ന് അറിയില്ല, പക്ഷേ എനിക്കെന്തോ ഇഷ്ടമാണ്. ആൻഡ് പിന്നെ ഇതും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ വളരെയധികം സഹായിക്കും. സോർ ത്രോട്ടൊക്കെ ഉണ്ടെങ്കിൽ കുടിച്ചിട്ട് കിടക്കാൻ പെട്ടെന്ന് പോവും. ആൻഡ് ഓക്കെ, അപ്പം ഞാനാണെങ്കിൽ മുന്നേ ഒരു ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിന്റെ വീഡിയോ ചെയ്തെങ്കിലും അത് ഫുള്ളി എനിക്കെല്ലാം പറഞ്ഞു തന്ന് ലൈക്ക് ഞാൻ ചെയ്തതെല്ലാം പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.